بسم الله الرحمن الرحيم. عن أنس رضي الله عنه قال رأى رسول الله صلى الله عليه وسلم نخامة في القبلة فشق عليه فقام فحكه بيده. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മസ്ജിദ് നബവിയുടെ കിബലയുടെ ഭാഗത്തുള്ള ഭിത്തിയിൽ ആരോ മൂക്കള ചീറ്റി വെച്ചിരിക്കുന്നത് ശ്രദ്ധയപ്പെടുന്നു. അത് കണ്ടപ്പോൾ നബിക്ക് വല്ലാത്ത പ്രയാസമായി. പള്ളിയുടെ ഭിത്തിയിൽ മൂക്കള ചീറ്റി വെച്ചിരിക്കുകയാണ്. പ്രവാചകന്റെ ആ പ്രയാസം മുഖത്ത് കാണുക തന്നെ ചെയ്തു. മുഖമാകെ വിവരണമായി. ഉടനെ പ്രവാചകൻ എഴുന്നേറ്റ് ചെന്ന് ഉണങ്ങിയതായിരുന്നു അത് തൻ്റെ കൈകൊണ്ട് ഇങ്ങനെ ചുരണ്ടിയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി കളയുന്നു. എന്നിട്ട് വിശ്വാസം പറഞ്ഞു, ഇതാക്കാൻ അഹദുക്കും ഫി സലാത്തി, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫഇന്നഹു യുനാജി റബ്ബഹു, അള്ളാഹുമായി സംഭാഷണം നടത്തുകയാണ് ചെയ്യുന്നത്. വഇന്ന റബ്ബഹു ബൈനഹു ബൈനൽ ഖിബ്ല, റബ്ബ് അവൻ്റെയും ഖിബ്ലയുടെയും ഇടയിൽ റബ്ബുണ്ട്. ആ റബ്ബിനോട് അവൻ സംസാരിക്കുകയാണ്, അഭിമുഖം നടത്തുകയാണ്. അതുകൊണ്ട് റബ്ബുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പള്ളിയിൽ മുൻവശത്തേക്ക് തുപ്പരുത് എന്ന് പറഞ്ഞ് തുപ്പേണ്ടി വന്നാൽ എങ്ങനെ ചെയ്യണം? പ്രവാചകൻ തൻ്റെ വസ്ത്രം എടുത്തിട്ട് ആ വസ്ത്രത്തിലേക്ക് തുപ്പുകയും അതിങ്ങനെ പരസ്പരം കൂട്ടി ഒരുമുകയും ചെയ്തു. തുപ്പേണ്ട രൂപം കാണിച്ചു തരുവിച്ചു. പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അള്ളാഹുവിൻ്റെ വീടാണ് പള്ളി. ഈ 4 ചുവരുകൾക്കുള്ളിലുള്ളത് അള്ളാഹുവിൻ്റെ വീടാണ്. നമ്മുടെ വീടിനേക്കാൾ വൃത്തിയായും ശുദ്ധിയായും പള്ളികളെ നമ്മൾ സംരക്ഷിക്കണം. പള്ളി വൃത്തികേടാക്കുക എന്നുള്ളത് വലിയ കുറ്റമാണ്. പള്ളിയോടുള്ള അധവകേടാണ് പള്ളിയിൽ വൃത്തികേടാക്കുക. മൂക്കിള എന്നുള്ളതും കഫം എന്നുള്ളതും നെജിസല്ലാതിരുന്നിട്ട് കൂടി പ്രവാചകൻ ഇത്രമാത്രം പ്രയാസപ്പെടുകയും അത് സ്വന്തം കൈകൊണ്ട് ചുരണ്ടിക്കളയുകയും മറ്റൊരു റിപ്പോർട്ടിൽ അവിടെ പ്രവാചകൻ സുഗന്ധം പുരട്ടുകയും ചെയ്തു. കാരണം പള്ളിയുടെ പരിപാലനയും അതിൻ്റെ ആ മഹത്വവും നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പള്ളിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് ശുദ്ധി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പള്ളിയിൽ വരുന്നത് എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ വരുന്നവർക്ക് ശുദ്ധി ഉണ്ടാകണം. പള്ളിയെ ശുദ്ധിയായി വൃത്തിയായി സൂക്ഷിക്കുക വേണം. പള്ളികൾ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്, ചിഹ്നങ്ങളാണ്, ഷിയാറുകളാണ്. പള്ളിയോടുള്ള അള്ളാഹുവിൻ്റെ ഷിയാറുകളോടുള്ള ബഹുമാനം തഖ്വയുടെ ഭാഗമാണെന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പള്ളിയിലേക്ക് വരുന്ന ആളുകൾ പള്ളിയിൽ കാല് കയറുക എന്നുള്ളത് പള്ളിയോട് കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അദബാണ്. നമ്മുടെ കാലിൽ അഴുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും പള്ളിയിൽ വരുന്നത് കാല് കഴുകി പള്ളിയിൽ കയറുക. എല്ലാ പള്ളികളിലും എഴുതി വെച്ചിട്ടുണ്ട് കാല് കഴുകാതെ പള്ളിയിൽ കയറരുത്. കാല് കയറാനുള്ള സംവിധാനങ്ങൾ ഹൗദും ടാപ്പൊക്കെ ചുറ്റുഭാഗത്തും എല്ലാ പള്ളിയുടെയും ഉണ്ട്, നമ്മുടെ പള്ളിയുടെയും. അപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ കാലിൽ അഴുക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും അതുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. രാത്രി നമ്മൾ ചെരുപ്പ് വെളിയിലിട്ടിട്ടാണ് ഉറങ്ങുന്നത്. നായ്ക്കളോ മറ്റൊക്കെ തൊടാനും സ്പർശിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇല്ലെങ്കിൽ തന്നെ നടന്നു വരുന്ന വഴിക്ക് കാലിൽ അഴുക്ക് പറ്റാനും പൊടി വളരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പള്ളിയോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായി അതൊന്ന് കഴുകി കയറാനുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.